രാജ്യത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു പാർട്ടി കൂടി എൻഡിഎയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച ബിജെപിയുമായി അതിനുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഹേമന്ത് സോറന്റെയും ഭാര്യ കൽപ്പനയുടെയും ഡൽഹി യാത്രയോടെയാണ് ഈ ഊഹാപോഹങ്ങൾ ശക്തമായത്. ജാർഖണ്ഡിൽ വൻ ഭരണ രാഷ്ട്രീയ അട്ടിമറിക്ക് കളമൊരുങ്ങുകയാണോ? ജെഎംഎം ഇന്ത്യ മുന്നണി വിടുമോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നിലവിൽ ജാർഖണ്ഡ് ഭരിക്കുന്നത് ജെഎംഎം നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. 81 അംഗ നിയമസഭയിൽ 56 സീറ്റുകളാണ് കോൺഗ്രസും ആർജെഡിയും ഇടതു പാർട്ടികളും ഭാഗമായ ഈ മുന്നണിക്കുള്ളത്. അതിൽ 34 സീറ്റുകളുള്ള ജെഎംഎം മുന്നണി വിട്ടാൽ ജാർഖണ്ഡിൽ ഭരണമാറ്റം ഉറപ്പാണ്. ഈ അടുത്തു കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളാണ് പിളർപ്പിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അയൽ സംസ്ഥാനത്ത് 16 സീറ്റുകളായിരുന്നു ജെഎംഎം അവിടുത്തെ ആർജെഡി മുന്നണിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ആർജെഡി കോൺഗ്രസ് നേതൃത്വങ്ങൾ അവസാന നിമിഷം വരെ തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ അവർ മത്സരിക്കാതെ പിന്മാറുകയും ചെയ്തു. ഇത് എൻഡിഎയിലേക്ക് ചേക്കേറാൻ ജെഎംഎമ്മിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കേന്ദ്രവുമായി അടുക്കുന്നത് ജാർഖണ്ഡിലെ വികസന പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കാൻ സഹായിക്കുകയും അതുവഴി ഭരണം കൂടുതൽ കാലം നിലനിർത്താൻ സാധിക്കുമെന്ന് ഹേമന്ത് സോറൻ കരുതുന്നുണ്ടാകുമെന്നും പറയപ്പെടുന്നു. മറ്റൊന്ന്, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കെട്ടിക്കിടക്കുന്ന കേസുകളെ കുറിച്ചുള്ള സോറൻ ക്യാമ്പിലെ ആശങ്കകളാണ്. 2025 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബിൽ പ്രകാരം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 31-ാം ദിവസം അവരുടെ പദവി നഷ്ടപ്പെടും. ഈ ബിൽ നിലവിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതും ഹേമന്ത് സോറനെയും ജെഎംഎമ്മിനെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. സംഭവങ്ങൾ ഇങ്ങനെയാണ് എന്നിരിക്കെ ബീഹാറിലെ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി എൻഡിഎയിലേക്ക് ചേക്കേറാനാണ് ഹേമന്ത് സോറന്റെ പദ്ധതി എന്നാണ് വിലയിരുത്തൽ. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പനയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഒരു ഉന്നത ബിജെപി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ജാർഖണ്ഡിൽ നിന്നുള്ള ഹിന്ദി മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ജെഎംഎമ്മും ബിജെപിയും തമ്മിലുള്ള പ്രാരംഭ കരാർ ഇതിനകം തന്നെ ധാരണയായിട്ടുമുണ്ട്. ജെഎംഎമ്മിന് പുറമെ ജാർഖണ്ഡിലെ 16 കോൺഗ്രസ് എംഎൽഎമാർ മുന്നണി മാറ്റത്തിൽ സോറനെ പിന്തുണച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുന്നത് ഒഴിവാക്കാൻ 16 കോൺഗ്രസ് എംഎൽഎമാരിൽ കുറഞ്ഞത് 11 പേരെങ്കിലും മറുപക്ഷത്തേക്ക് മാറേണ്ടതുണ്ട്. അതിനായുള്ള പരിപാടികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അനുമാനം. സംസ്ഥാനത്ത് ബിജെപിക്ക് 21 സീറ്റുകളും കൂടെയുള്ള എൽജെപി, എജെഎസ്യു, ജെഡിയു എന്നിവർക്ക് 1 വീതം സീറ്റുകളുമാണ് ഉള്ളത്. ജെഎംഎം എൻഡിഎയിലേക്ക് പോവുകയാണെങ്കിൽ സഖ്യത്തിന്റെ കക്ഷിനില 58 എന്ന നിലയിലേക്ക് ഉയരും. ഈ അഭ്യൂഹങ്ങൾ ശരിയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിനേൽക്കുന്ന കനത്ത തിരിച്ചടിയായി ജാർഖണ്ഡ് മാറും. എന്നാൽ ജെഎംഎം എൻഡിഎയിലേക്ക് പോകുന്നു എന്ന എല്ലാ അഭ്യൂഹങ്ങളെയും തള്ളിക്കളയുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്.